പാല് പാല് പിടി. പാല് പിടി എന്ന് പറഞ്ഞാട്ടോ എനിക്ക് വേണ്ടി എന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെ ഉണ്ടല്ലോ. നിനക്ക് കൂടെ വേണ്ടി തന്നെയല്ലേ പിന്നെന്ത്? ഓ എനിക്ക് വേണ്ടി മാത്രമാണല്ലോ ഇത്. ഒരു കാര്യം പറയാൻ വരുമ്പോ എന്ത് കാര്യം പറ? ഒരു കാര്യം പറയാൻ പറഞ്ഞപ്പോ എന്ത് കാര്യം പറ? ആ എന്താണ് കാര്യം പറയ്. അല്ല പറയണ കേൾക്കുമ്പോഴറിയാം എൻ്റെ കയ്യിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണെന്ന്. പറഞ്ഞോളൂ എന്താണ്? പിന്നെ നിന്റെ കൊട്ടാരം 500 ഏക്കറിൽ ഞാൻ ചോദിക്കാൻ പറഞ്ഞത്. മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ദേഷ്യം പിടിപ്പിക്കാൻ വർത്തമാനം പറഞ്ഞത്. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞാ? എടാ അത് വെറുതെ എനിക്ക് തർക്കിക്കാനുള്ള സമയമില്ല. പിന്നെ എന്തേ ഉണ്ടാ പിന്നെ എന്തായി? ഇടീ സാറ് എനിക്ക് 10-20 രൂപ തരാണ്ട്. ഏ സാറ്? എന്നെ 10ാം ക്ലാസ് പഠിപ്പിച്ച സാറ്. 10ാം ക്ലാസ് പഠിപ്പിക്കുന്ന സാറാ? നിങ്ങൾ പഠിപ്പിച്ചപ്പോ മേടിച്ചതാണോ അല്ലെങ്കിൽ അടുത്തങ്ങനെ മേടിച്ചതാണോ? ഇത് കളിക്കാതെ ആ പടം ടെൻഷൻ അടിച്ചിരിക്കാനാട്ടാ. എഞ്ചിനീയർ സാറെന്ന് എനിക്ക് മാസം ശമ്പളത്തിന്റെ ബാക്കി പൈസ എല്ലാം കൂടെ ചേർത്ത് 22,000 എനിക്ക് തരാണ്ടെന്ന്. ആ അത് നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങിച്ചൂടെ? എനിക്ക് അതെങ്ങനെ എനിക്ക് ബാലു മാഷേ എന്തെങ്കിലും പൈസ തരാനുണ്ടോ എന്ന് ചോദിക്കും. കാരണം എൻ്റെ പൈസയും കാര്യങ്ങളും കൃത്യമായിട്ട് അളവ് തരണമല്ലേ. അങ്ങനെ പിന്നെ 100 കൂട്ടം കാര്യങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റൂ. നിനക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ അറിയാം. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ. ഈ എഞ്ചിനീയർ സാറ് നിങ്ങളെ എപ്പോഴാണ് ഈ മാഷെന്ന് നാലായി അച്ഛൻ്റെ അടുത്ത് ബഹുമാനം കൂടിപ്പോയത് കൊണ്ടാണോ മാഷെന്ന് വിളിക്കണേ? അതെന്നല്ല ഇപ്പോഴത്തെ വിഷയം. പിന്നെ എന്താണ് ഇവിടുത്തെ വിഷയം? ഒന്ന് പറ, എന്താണ് വിഷയം? പറയാൻ സമയത്ത് ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ 1000 കാര്യങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ. അത് അച്ഛൻ പറയുന്ന കാര്യം വലിച്ചിട്ട് പറയുന്നതുകൊണ്ടല്ലേ? അച്ഛൻ പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യം ഡയറക്റ്റ് ആയിട്ട് പറ. മാമി ഒന്ന് കയറി ഉള്ള കാര്യം പറയാനും പറ്റൂല. എന്റെ അമ്മ വരുമെന്ന് ഉള്ള കാര്യം പറയാൻ പറ്റുമെന്ന്. എന്നാ പിന്നെ അമ്മ വരുന്നടം വരെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കും. ഇത് കളിക്കല്ലേട്ടാ. എന്നെ പറ പാരുവെന്ന് കാര്യം പറയാച്ചാ. ഇങ്ങനെ പറയാൻ എന്തടേ 2 രൂപ വാടഞ്ഞു പോയാ? പണ്ടേ ഉള്ളൊരു കാര്യമാണ്. ഞാൻ എന്തെങ്കിലും പറയാൻ നേരത്താ എല്ലാം ആരെയും വാറക്കൂല. പിന്നെ എല്ലാം മൗനമാണ്. എന്താണ് മരുമോനെ ഏതാണ്ട് കാര്യമായിട്ട് ഗൗരവമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാൻ തോന്നല്ലോ. ഓ നമ്മളെന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോൾ എല്ലാവർക്കും തമാശയാണ് മാമി. നീ എന്ത് കാര്യമായാലും തമാശയുടെ മേമ്പൊടി ചേർത്തല്ലേ പറയത്തുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും അവർക്കൊക്കെ തമാശയായിട്ട് തോന്നും. മാ അച്ഛൻ എഴുന്നേറ്റാ? എഴുന്നേറ്റു. ചായ വെച്ചില്ലേ? അപ്പോ അത് ചായ ചോദിക്കുവോ? നമ്മൾ കൊണ്ടു കൊടുത്താലല്ലേ കുടിക്കത്തുള്ളൂ. അപ്പൂപ്പം കുറെ നാൾക്ക് ശേഷമാണല്ലേ സമ്മാനത്തോടെ ഇവിടെ ഇത്രയും ദിവസം താമസിക്കണേ? സത്യം പറഞ്ഞ അതിന്റെ പ്രധാന കാരണം പാറുമോളാ. അവള് പോവല്ലേ അപ്പൂപ്പ എന്ന് പറയുമ്പോൾ അപ്പൂപ്പന് എന്തോ പോലെ. എണീറ്റ് കഴിഞ്ഞാലോ ആദ്യം ചോദിക്കുന്ന പാറുമോടെ കാര്യമാണ്. ഞാനേ ഇങ്ങോട്ട് പോയിട്ട് വന്ന കാര്യം ചായച്ച കാര്യം വിഷയം മാറി വഴക്കാട്ടാ ഞാൻ പോകണം. എന്നാ പോണം, ചായ കൊണ്ടുതരാം. പോണം, ചായ കൊണ്ടുതരാന്ന്. എടി അവനെന്തോ കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരുന്നാന്നല്ലോ. അവന്റെ മുഖത്ത് വലിയ ഗൗരവം ഒന്നുമില്ലമ്മ. സൈറ്റിലെ പ്രശ്നങ്ങൾ പറയായിരുന്നു. സൈറ്റിൽ എന്തോ പ്രശ്നം? സൈറ്റിൽ എന്താ പ്രശ്നം ഇല്ലാത്ത? പണിക്കാരുടെ പ്രശ്നം, ശമ്പളം തീർത്തു കൊടുക്കുന്ന പ്രശ്നം, അതൊക്കെ പറയുമായിരുന്നു. അപ്പൊ എന്തോ ശമ്പളം ഒന്നും ആരും കൊടുക്കുന്നില്ലേ? ഓ ഇനി സൈറ്റിലെ മുഴുവൻ പ്രശ്നങ്ങൾ അറിയട്ടെ അമ്മ ഇനി അപ്പുറത്തോട്ട് പോവുള്ളൂ. അയ്യോ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ എന്തുവാന്ന് ഞാനൊന്ന് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ സൈറ്റിലെ പ്രശ്നമൊന്നും ചോദിച്ചതല്ല. ഇവിടെ നിന്ന് ഇപ്പൊ പോയതിന്റെ ബാക്കിയാണിത്. എന്തുവാടി? ഒന്നുമില്ലമ്മ. ഉടനെ അത് പറഞ്ഞപ്പോഴത്തേനും അവൾക്ക് അങ്ങ് ദേഷ്യം വന്നു. ഭർത്താവിന്റെ കാര്യേ നീ ആരുടെ അടുത്തും പറയരുത് കേട്ടോ. ഇതിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പോകണ്ട. ഒറ്റ ഒരെണ്ണം അങ്ങ് വെച്ചു തരും കേട്ടോ. എന്തോ അമ്മ ഇത്? പിന്നെ അല്ലാതെ എന്തെങ്കിലും പറയുമ്പോ ഉടനെ അതിന് തർക്കുത്തരം പറഞ്ഞോണ്ടിരിക്കും. നാണയില്ലേ ഇത്രയും വലുതായ ഒരു മോളെ തല്ലു എന്നൊക്കെ പറയാൻ? തല്ലും വലുതായാലും തല്ലും. അമ്മയ്ക്കേ മക്കളെ തല്ല. ഇതെന്തൊരു ഇതാ നോക്കിയേ. വലുതായാലും വെറുതെ ചെറുതല്ലേ വിചാരിച്ചേ ഇനി വലുതാകാൻ പടിയിട്ടില്ലല്ലോ. അത് ഇപ്പോഴും വെറുതെ വിടണില്ല. എന്നെ അടിക്കാതെ കൂടെ വളർത്തിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ നീ ഇപ്പൊ എന്നെ തലയാടി പറിച്ചനെയായിരുന്നു. അമ്മ അതിനെ അമ്മയിലെ എല്ലാവരും തലയാടി പറിക്കണേ, മക്കളല്ലല്ലോ. അമ്മനെ കൊണ്ട് ആർക്കും ഒരു സ്വസ്ഥതയില്ലമ്മ. അപ്പൂപ്പനാണെങ്കിലും എന്തിനു മരുമോനെ പോലും ചെറുമക്കളെ പോലും വെറുതെ വിടാറില്ല, മരുമോനെ മാത്രം. എടി എന്തെങ്കിലും കുറ്റം കാണുമ്പോ പറയുന്നതാണോ കുഴപ്പം? തെച്ചു ഞാനിപ്പോ വരാം. അവന് ചായ വേണമെന്ന് വയ്ക്കട്ടെ. എന്താ അമ്മേ? ഒന്നുമില്ല. ഞാൻ എന്തെങ്കിലും പറയുന്നതാണ് എല്ലാവർക്കും പ്രശ്നം. ഞാനൊന്നും മിണ്ടായിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് ഞാനല്ലേ പ്രശ്നം. ഇപ്പൊ വരാട്ടാ. എല്ലാരും അങ്ങ് പോയത്. കാര്യമൊന്നുമില്ല. തന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. പിന്നെ പോണം. ദൈവമ്മ അറിയാതെ വിളിച്ചു. പാർവേ എന്താണ് പ്രവൃത്തോണ്ട് പോണത്? നിന്റെ അമ്മ ഇതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രവൃത്തോണ്ടങ്ങ് പോകും. ചുമ്മാ അമ്മയെ കുറ്റം പറയല്ല അച്ഛാ. അയ്യോ അമ്മയെ പറഞ്ഞപ്പോ മോക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല ഇഷ്ടപ്പെട്ടില്ല. വിടാ അച്ഛാ വിടാ വിടാ. അടിക്കുവാണെങ്കിൽ വരാം. ചിലപ്പോ അടിച്ചെന്നിരിക്കും. ആണാ? എന്നാ ശരി കാണാം. ചായ എവിടെ പോണത്? തൃശ്ശൂർ പോരത്തിന് കണ്ട പരിചയം പോലും ഇല്ലല്ലോ. എന്താ കാര്യം പറഞ്ഞു? ഈ പൈസ ചോദിക്കുമ്പോഴേ എന്താ നിങ്ങൾ മക്കൾക്ക് എന്താണ് പറഞ്ഞ പ്രശ്നം?
മനുഷ്യൻ്റെ കാര്യമാണ്, പൈസ എപ്പോഴാണ് അത്യാവശ്യം വരാം. അച്ഛൻ എപ്പോഴാണ് പൈസയ്ക്ക് അത്യാവശ്യമില്ലാത്തത്? പോരാത്തന്നെ അച്ഛന് ജോലിയുണ്ട്. അച്ഛൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛന് ദേഷ്യവും സങ്കടമൊന്നും വരരുത്, ചോദിക്കട്ടോ? ഇത് അച്ഛൻ ഞങ്ങളോടൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. അച്ഛൻ ജോലിക്ക് പോകുന്ന എന്തിനാ? പൈസക്കാണോ അതോ നെല്ലിനാണോ? എന്താ അച്ഛാ, ഞാൻ ചോദിച്ചു ഇഷ്ടപ്പെട്ടില്ലേ? ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യമൊന്നും പറഞ്ഞില്ല, എനിക്ക് അതിശയമാണ്. ഇന്നലെ വരെ എൻ്റെ പേരിൽ തൂങ്ങിക്കൊണ്ട് അച്ഛ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ് ഇന്ന് വലുതാ മുമ്പ് നിൽക്കുന്നത്. എന്നിട്ട് എന്നെ നിൽക്കരിക്കാറായ അഹങ്കാരം അല്ലേ? വളർന്നുള്ള അഹങ്കാരം. എന്ത് കാശിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് മോക്ക് നാക്കുമില്ല മൂക്കുമില്ല. ലജ്ജു പോകരുത് ഇവിടെ നിന്നില്ലേ. അച്ഛൻ ഞാൻ പൈസ തരാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛന് കുറച്ച് പൈസ തരാനുണ്ട്, ചേട്ടനും കുറച്ച് പൈസ തരാനുണ്ട്. എന്റെ ഭർത്താവേ ഗൾഫിൽ പണം കഴിക്കുന്ന മരമൊന്നും നട്ടിട്ടില്ല. നിന്റെ ഇവിടുത്തെ ദൂരത്തിലേണ്ട തോന്നുന്നല്ല നിനക്ക് നിന്റെ ഭർത്താവിന് ഗൾഫിൽ പണം കായ്ക്കണ മരം ഉണ്ടെന്ന്. പൈസ തരാണെങ്കിൽ ചോദിക്കേണ്ട, ചോദിച്ചാൽ നമ്മൾ തമ്മിൽ വഴക്കാവും. പിന്നെ അത് അച്ഛനറിയും അമ്മ അറിയും, നാണക്കേടും. അയ്യോ ആരും അറിയാം, നിന്റെ അമ്മ അറിയില്ല. അവരെ നാട്ടിലേക്ക് വേണ്ടി കച്ചവടം ഇറങ്ങിയിരിക്കുകയാണ്. പൈസ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഇല്ല ഒരു മനുഷ്യനെ പൊട്ടനാക്കേണ്ട രീതിയിൽ മൗനം നടിക്കരുത് കേട്ടാ. പൈസ ഇല്ല കേട്ടോ ലച്ചു. ഈ എന്ന് പറഞ്ഞാൽ ലച്ചുവിന് വിളിക്കണം എന്തിനാണ്? അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അമ്മ അങ്ങ് കൊടുക്ക്. നീ എൻ്റെ തന്നിട്ടുണ്ടോ കൊടുക്കാനായിട്ട്? പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ദേഷ്യം വന്നാ. അതുപോലെ തന്നെയാണ് എന്റെ കാര്യവും, എനിക്ക് ദേഷ്യം വന്നു. ലച്ചു നീ എൻ്റെ അടുത്ത് വഴക്കേണ്ട, നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ കൊടുക്ക്. അച്ഛൻ്റെ ഈ ദാരിദ്ര്യം ഒരിക്കലും തീരൂല അച്ഛാ. രാവിലെ വന്ന് പൈസയും ചോദിച്ച് മനുഷ്യന്റെ മൂടും കളഞ്ഞു. അതെ, എന്നോട് പൈസ ചോദിച്ചപ്പോൾ എൻ്റെ മൂടും പോയിരിക്കുക. നിന്നെ പോയല്ലേ, വാ നമുക്ക് പോവാം. പിന്നെ എല്ലാരും ഇവിടെ വന്ന് സംസാരിച്ചോണ്ടിരിക്കുവന്ന്. ഉച്ചക്കലത്തേന് വല്ലതും വെച്ചുണ്ടാക്കണ്ടായോ? ആ വെച്ചുണ്ടാക്കണം. ഈ അച്ഛൻ പിടിച്ചു നിർത്തി വെറുതെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അമ്മൂമ്മ. എന്തോ നാടായത്? നിനക്ക് എന്തോ വേണ്ടുന്നേ? എനിക്ക് വേണ്ടത് തരുമോ? പൈസ ഒഴിച്ച് നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ഓ അങ്ങനെ. ഇങ്ങനെ കാര്യം ചെയ്യും, എവളെ പിള്ളേരെ എൻ്റെ തലേന്ന് ഒഴിവാക്കിത്താ. നഷ്ടപരിഹാരം എൻ്റെ പൈസയൊന്നുമില്ല, ഒന്ന് ക്ലിയർ ആക്കി തന്നാൽ മതി. ആ അതെ, മുടിയൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ അവളോട് പറഞ്ഞേ ഇനി നടക്കത്തില്ല. ഇല്ലല്ല, അപ്പോൾ ഇതിനെയൊക്കെ ചോന്നുണ്ട് എവിടെയും കൂടെ തള്ളു. നിങ്ങൾ വാ പിള്ളാരെ.